ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സച്ചിയുടെ മാലയുടെ വണ്ടി തട്ടിക്കൊണ്ട് പോയി സച്ചിയും രേവതിയും അതിൻ്റെ പിന്നാലെ കിടന്ന് ഓടി 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 ആകെ ഇതാവുക. അതിനുശേഷം പാർട്ടിക്കാരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചിയെ ഭയങ്കരമായിട്ട് അവരങ്ങോട്ട് ഇതാക്കുവാണ്. അത് കഴിഞ്ഞ് ഈ സച്ചിയെ കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ച കൂട്ടുകാരൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിക്കുകയാണ് അവരുടെ മെയിൻ ആള്. അയാൾ അങ്ങനെ ആ മനുഷ്യനോട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്താണ് നമ്മുടെ സച്ചി ഈ പൂമാല കയറ്റിയ വണ്ടിയായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. വിടരുതവനെ പിടിയടാ എന്നും പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും ബാക്കിയുള്ളവരെല്ലാവരും കൂടെ ഈ നമ്മുടെ നേതാവ് പറയുന്ന കേട്ടെന്ന് സച്ചിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അപ്പോഴത്തേക്ക് രേവതിയും വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നു. എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു രേവതി. അപ്പോൾ സച്ചി എന്നെ വീടെന്ന് പറഞ്ഞ് രേവതി പിന്നെ ഉന്തും പിടിയും വലിയും ഒക്കെ ആയി. അപ്പോഴേക്കും ഭയങ്കരത്തിൽ കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ കൊണ്ടുപോകും അവനെയെന്നും പറഞ്ഞുകൊണ്ട് ഈ നേതാവ് പറയാം. പിന്നെ എല്ലാവരും കൂടെ ഉന്തി വലിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. ഇവർ മുന്നിൽ വന്ന് നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇന്നും ഇന്നലെയൊന്നും അല്ല രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ട് ഞാനേ പോസ്റ്റർ ഒട്ടിച്ച് തുടങ്ങിയതാണെന്നൊക്കെ പറഞ്ഞ അയാൾ ഇങ്ങനെ ഇവരോട് പറയാം. ഇപ്പോഴാ സ്വന്തം മുഖം പോസ്റ്ററിൽ വരുന്ന രീതിയിൽ എത്തിയതെന്നൊക്കെ പറഞ്ഞ അയാൾ പറയുക കേട്ടോ. ഇമേജ് തകർന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഞാൻ തെരുവിൽ അലയുന്ന നിനക്ക് കാണണോ അല്ലേടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സച്ചോട് ഇങ്ങനെ പറയുമ്പോൾ സാർ ഒന്ന് പറയാൻ പറഞ്ഞപ്പോൾ സാർ ഞാനൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞു തീർന്നില്ല. അപ്പോൾ തന്നെ അടുത്ത് നിന്ന് സച്ചിയുടെ കൂട്ടുകാരനായിട്ട് ഒരു അടിയും വെച്ച് കൊടുത്തു. ഈ മണ്ടനെ വിശ്വസിച്ചിട്ട് നിനക്ക് ഓർഡർ തന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. തെറ്റുപറ്റിയത് എനിക്കാ, എൻ്റെ എതിർ കക്ഷിയുമായി ചേർന്ന് എത്ര നാളായിടാ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടെന്നൊക്കെ സച്ചിയോട് പറയും. അപ്പോൾ രേവതി സച്ചി അന്തം വിട്ട് നോക്കുക കേട്ടോ. എത്ര നാളായിടാ എനിക്കെതിരെ കളിക്കാൻ തുടങ്ങിയിട്ടെന്ന് ചോദിച്ചു. സാർ ഞാൻ ഒരു കക്ഷിയുടെ ആളല്ല, ഞാൻ രാഷ്ട്രീയക്കാരനല്ല എന്ന് പറഞ്ഞു സച്ചി. ഒരു സാധാരണ ഡ്രൈവറാണ് ഞാനെന്നൊക്കെ സച്ചി പറയുക. വരാൻ ഇത്തിരി വൈകിപ്പോയി, അതിൻ്റെ കാരണം ഞാനല്ല എന്നും പിന്നെ ഞാൻ അറിയാതെ എന്തൊക്കെയോ സംഭവിച്ചെന്ന് സച്ചി പറഞ്ഞു. അപ്പോൾ ഓർഡർ തന്ന മാല മുഴുവനും കൊണ്ടുവന്നിട്ടുണ്ട്, വണ്ടിക്കകത്തുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വണ്ടിക്കകത്ത് മാലയുണ്ടോ ഒന്ന് നോക്കടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ നേതാവ് പറഞ്ഞ അനുസരിച്ച് വേറൊരാൾ ചെന്ന് നോക്കിയപ്പോൾ എല്ലാ മാലകളും വണ്ടിയിലുണ്ടായിരുന്നു. അപ്പോൾ മാലകളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാം ഉണ്ട് സാർ, മാല ഉണ്ട് എന്നവർ പറയാം. ഈ സമയത്ത് അടിച്ചതും ഇടിച്ചതും പൊടിച്ചതും ഒക്കെ പറ്റാത്ത അബദ്ധമായിപ്പോയി എന്ന രീതിയിൽ അയാൾ എല്ലായിടത്തും ഓഡിറ്റോറിയത്തിൽ എത്തിക്കാനായിട്ട് പറഞ്ഞു. ഈ സമയത്ത് സച്ചിയൊക്കെ ഇങ്ങനെ നിൽക്കുമല്ലേ, അപ്പോൾ രേവതിയും ഇങ്ങനെ ഭയങ്കരമായിട്ട് നിൽക്കുക. അപ്പോൾ പറയടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു ഈ നേതാവ് നമ്മുടെ സച്ചിയോട്. അപ്പോൾ ഞാൻ വരട്ടിയത് കൊണ്ട് പേടിച്ച് മാല കൊണ്ടുവന്നതല്ലേടാ നീ എന്നൊക്കെ പറഞ്ഞ് ഇത്രയും നേരം നീ എന്നെ മുള്ളിന്മേൽ നിർത്തിയില്ലടാ എന്ന് ചോദിച്ചു. നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിയോട് അയാൾ ഇങ്ങനെ പറയുക. എന്നെ ചതിക്കാൻ നോക്കി ഇവനെ കൊണ്ടുപോയി ഓഡിറ്റോറിയത്തിന് മുറിയിൽ കെട്ടിയിടാനൊക്കെ ഈ നേതാവ് പറയുക. കല്യാണത്തിന് ശേഷം നിനക്ക് ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് ഇയാൾ പിടിച്ചുകൊണ്ട് പോകാൻ എവിടെയെന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയെ പാവത്തിനെ പിടിച്ച് വലിച്ചുകൊണ്ട് പോവുക. അപ്പോൾ വിടുന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. അപ്പോൾ സാറേ അത് വേണോ സാറെന്ന് ചോദിച്ചു ഈ സച്ചിയുടെ കൂട്ടുകാരൻ. മിണ്ടാരിടാന്ന് പറഞ്ഞുകൊണ്ട് ഈ നേതാവ്. അപ്പോഴത്തേക്കും രേവതി ചോദിച്ചു സാർ എന്തേ കാണിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ രേവതിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇതായിട്ട് സച്ചിയെ പിടിച്ചു വെച്ചേക്കുന്നുണ്ട് ഇയാളുടെ പിന്നാലെ ഓടി ചെല്ലുക. അപ്പോൾ സാർ പറയുന്നത് കേൾക്ക്, നിങ്ങൾ എന്തൊക്കെ കാണിക്കുന്നതെന്ന് ചോദിക്കുക. അദ്ദേഹം തെറ്റൊന്നും ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാ നിങ്ങൾ അദ്ദേഹത്തെ പിടിച്ചു വെച്ചേക്കുന്നതെന്ന് രേവതി ചോദിച്ചു. നിങ്ങൾ ഓർഡർ തന്ന മാല നിങ്ങൾക്ക് കിട്ടിയില്ലേന്ന് ചോദിച്ചു. വിടാൻ പറ അദ്ദേഹത്തെ എന്ന് രേവതി ഇങ്ങനെ പറയുമ്പോൾ അപ്പോൾ നീ ആരാന്ന് ചോദിച്ചു. ഞാൻ രേവതി, ഇദ്ദേഹത്തിൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞു രേവതി കേട്ടോ. യാത്രയും പകലും ഉറക്കം ഒളിച്ചിരുന്ന് മാല കെട്ടിയത് ഞാനും എൻ്റെ സഹോദരിയും അടുപ്പക്കാരും ഒക്കെ ചേർന്നാണെന്ന് രേവതി ഇങ്ങനെ പറയുക. നിങ്ങളെ ചതിക്കണമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയിട്ടില്ല സാറെന്ന് രേവതി അന്നേരം പറഞ്ഞു. അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും പറയാം. അപ്പോഴത്തേക്ക് സച്ചിയെ ഇവന്മാരെല്ലാം കൂടെ പിടിക്കാം. നിങ്ങളെ ആയിരുന്നെങ്കിൽ ഈ മാല ഞാനിപ്പോൾ ഇവിടെ എത്തിക്കുമായിരുന്നു എന്ന് സച്ചി അന്നേരം ചോദിക്കും കേട്ടോ. അപ്പോൾ ഓമാർ സച്ചി പിടിച്ചു വെച്ചേക്കുക. അപ്പോഴേക്ക് ഈ നേതാവ് ഇറങ്ങി സച്ചിയുടെ അടുത്തേക്ക് ചെന്നിട്ട് സച്ചി ഇങ്ങനെ തുറച്ച് നോക്കുക. നീ എന്നെ ചതിക്കാൻ നോക്കിയെന്ന് വീണ്ടും ഇയാൾ പറയാം. എന്നെ പേടിച്ചിട്ട് മാല ഇവിടെ എത്തിച്ചതാണെന്നും പറഞ്ഞു ഇയാളിങ്ങനെ പറയുമ്പം സാറേ സച്ചിക്കാരെയും പേടിയില്ല, വാക്കു പാലിക്കാൻ പറ്റിയില്ലെങ്കിൽ മുഹൂർത്തത്തിന് മുന്നേ മാല ഇവിടെ എത്തിക്കാൻ പറ്റില്ല എന്നൊരു പേടി മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. മുഹൂർത്തത്തിന് മുന്നേ മാല ഞാനിവിടെ എത്തിച്ചു, പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചു, സാധനം ചതിക്കാൻ ഞാൻ നോക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് സച്ചിയും കാര്യങ്ങളെല്ലാം ഇയാളോട് പറയുക. രാവിലെ മാല ഞങ്ങൾ ഈ വണ്ടിയിൽ കയറ്റി വിട്ടതാണെന്നും വരുന്ന വഴിയിൽ വെച്ച് ആരോ വണ്ടി തട്ടിയെടുത്തുകൊണ്ട് പോയതാണെന്നുള്ള കാര്യം രേവതി ഇവരോട് പറഞ്ഞു. ഈ പറഞ്ഞത് സത്യമാണോ എന്ന് അയാൾ ചോദിച്ചു. അപ്പോൾ സത്യമാണെന്ന് രേവതി പറയുകയും ചെയ്തു. ഇദ്ദേഹത്തെ വെറുതെ വിടുന്നും പറഞ്ഞുകൊണ്ട് രേവതി കരഞ്ഞുകൊണ്ട് ഇയാളോട് പറയുക. അപ്പോൾ ഈ നേതാവ് ഇങ്ങനെ നോക്കി നിന്നിട്ട് അവനെ വിടാ എന്നങ്ങ് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവന്മാരെല്ലാവരും കൂടെ സച്ചിയുടെ ദേഹത്തു നിന്ന് കൈയെടുത്തു. അപ്പോൾ സാറ് ഇവൻ കത്തി എടുക്കുകയാണെന്നും പറഞ്ഞു അവിടുത്തെ നിന്നവൻ പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും നമ്മുടെ സച്ചി അയാൾ പേടിച്ചു. അപ്പോൾ സച്ചി ഈ ഫോണാണ് എടുത്തത്. അപ്പോൾ കത്തിയല്ല സാർ ഇത് ഫോണാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി കാണിച്ചു കൊടുക്കുക. സാർ
ഇത് ഇത് മാല ഞാൻ ഇവിടേക്ക് കൊടുത്തു വിടുന്നതിന് മുമ്പ് എടുത്ത ഫോട്ടോയാണെന്ന് പറഞ്ഞ് സച്ചി അതൊക്കെ അയാളെ കാണിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ സച്ചി മാലയും കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുത്തപ്പോൾ ഇയാളിങ്ങനെ സച്ചി ഇങ്ങനെ നോക്കുക. വണ്ടി തട്ടിയെടുത്തു എന്ന് ഡ്രൈവർ എന്നെ അറിയിച്ചതിന് ശേഷം ഞാൻ ഗ്രൂപ്പിലിട്ട മെസ്സേജാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുക. ഞാൻ സച്ചിയാണ് സംസാരിക്കുന്നത്. ഞാൻ അയച്ച ഫോട്ടോയിൽ കാണുന്ന വണ്ടിയും വണ്ടി നമ്പറും നോക്കണം. ഞങ്ങളൊരു കസ്റ്റമറിന് കൊടുത്തുവിട്ട് 500ഓളം മാല ആ വണ്ടിയിലുണ്ടെന്നും കുറച്ച് മുൻപ് ആ വണ്ടി ആരോ തട്ടിയെടുത്തുകൊണ്ട് പോയെന്നും വണ്ടി കൂടുതൽ ദൂരം പോകാൻ സാധ്യതയില്ല, നമ്മുടെ സിറ്റിയുടെ പരിധിയിൽ എവിടെയെങ്കിലും കാണും, ആരുടെയെങ്കിലും ശ്രദ്ധയിൽ പെട്ട് കഴിഞ്ഞാൽ ഉടനെ എന്നെ വിളിക്കണമെന്നൊക്കെ പറഞ്ഞ് സച്ചി അയച്ച മെസ്സേജ് വരെ കേൾപ്പിച്ചു കൊടുത്തു. അപ്പോൾ എൻ്റെ വോയിസ് മെസ്സേജ് കേട്ട ഒരു ഫ്രണ്ട് വണ്ടി കാണുകയും എന്നെ വിളിച്ചറിയിക്കുകയും ചെയ്തു. പിന്തുടർന്ന് പിടിച്ചെടുത്തിട്ടാണ് ഞാൻ വണ്ടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്നൊക്കെ പറയുക സച്ചി. ഓ, വണ്ടി തട്ടിയെടുത്തുകൊണ്ട് പോയത് അപ്പോൾ സത്യമല്ലേ എന്ന് നേതാവ്. അപ്പോൾ ഇത് തന്നെയല്ലേ സാറിനോട് ഞാൻ ആദ്യം തൊട്ട് പറഞ്ഞത്. അപ്പോൾ ആരാ വണ്ടി തട്ടിക്കൊണ്ട് പോയത്, ഏതാ അവൻ എന്നൊക്കെ ഈ നേതാവ് ചോദിച്ചു. അപ്പോൾ അതൊന്നും എനിക്കറിയത്തില്ല സാർ, ഞാൻ അവനെയോ അവൻ്റെ കൂട്ടാളികളെയും പിടികൂടിയതാണെന്നും പക്ഷേ രക്ഷപ്പെട്ട് കളഞ്ഞു എന്നുള്ള കാര്യം സച്ചി ഇങ്ങനെ പറയുക. അപ്പം ദേവതിയൊക്കെ നിസ്സഹായിട്ട് ഇങ്ങനെ നിൽക്കുക. സമയത്ത് മാല ഇവിടെ എത്തിക്കേണ്ടതായതുകൊണ്ട് അവരെ പിന്തുടരാൻ പറ്റിയില്ല എന്നൊക്കെ സച്ചി അയാളോട് പറയുക കേട്ടോ. ഇദ്ദേഹം നിങ്ങളെ ചതിക്കാൻ നോക്കിയിട്ടില്ല സാറെന്നും രേവതി അവരോടെല്ലാവരോടുമായിട്ട് പറയുക. വാക്കു പാലിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞ് രേവതി ഇവരുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ കരയുന്നുണ്ട്. അപ്പോൾ വളരെ സാഹസികമായിട്ട് വണ്ടി പിടിച്ചെടുത്തിട്ടാണ് ഇദ്ദേഹം മാല ഇവിടെ എത്തിച്ചതെന്ന കാര്യമൊക്കെ പറയുമ്പോൾ ഓ അങ്ങനെയാണല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഈ നേതാവ് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ എൻ്റെ എതിർ കക്ഷികൾ ചെയ്ത പണിയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ നേതാവ് ഇങ്ങനെ പറയുക. പിന്നെ എന്നോട് നേരിട്ട് കളിക്കാൻ ധൈര്യമില്ലാത്ത അവർ മറഞ്ഞു നിന്ന് കളിച്ചതാണെന്നൊക്കെ ഇയാൾ പറഞ്ഞു. ആ പോട്ടെ, ഈ ഇലക്ഷൻ ഞാൻ ആരാണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് നേതാവ് സച്ചിയോടും രേവതിയോടും പറയുക കേട്ടോ. അപ്പം ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു, എന്തൊക്കെയോ പറഞ്ഞു, ഒന്നും കാര്യമാക്കരുത് കേട്ടോ, ഇതൊന്നും മനസ്സിൽ വെക്കരുത്, മാല എത്താത്തതിൻ്റെ ടെൻഷൻ കൊണ്ടാണെന്നും നേതാവ് സച്ചിയോട് പറയുമ്പോൾ എനിക്കതൊക്കെ മനസ്സിലാകും സാർ, അപ്പോൾ ഇവന് കൊടുക്കാനുള്ള കാശ് എടുക്കുന്ന നേതാവ് പറഞ്ഞു. പുറകിൽ നിന്നയാൾ നമ്മുടെ സച്ചിയുടെ കാശെടുത്ത് കൊടുക്കുക. ദാ അഡ്വാൻസ് ആയി തന്ന കാശ് കഴിച്ച് നീ പറഞ്ഞ മുഴുവൻ കാശും ഇതിലുണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോൾ നമ്മുടെ സച്ചി എൻ്റെ ഭാര്യയാണ് പൂക്കടയുടെ ഓണറെന്നും നമ്മളുടെ കയ്യിൽ കൊടുത്തേക്ക് സാറെന്നും നമ്മുടെ സച്ചി പറയുക കേട്ടോ. അപ്പോൾ രേവതി ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കാം. ദാ കാശ് വാങ്ങിക്കുക എന്നും പറഞ്ഞിട്ട് അദ്ദേഹം രേവതിയുടെ കയ്യിലേക്ക് കൊടുത്തു. അപ്പോൾ രേവതി പറഞ്ഞു സച്ചേട്ടാ നീ തന്നെ മേടിക്കാൻ പറഞ്ഞു. അങ്ങനെ രേവതി ആ പൈസ മേടിച്ചിങ്ങനെ മനസ്സ് നിറഞ്ഞിങ്ങനെ സച്ചിയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ എന്തായാലും സത്യശാലിയായ നീ അവരെ പിന്തുടർന്ന് വണ്ടി പിടിച്ചെടുത്തു, നീ നിൻ്റെ വാക്കു പാലിച്ചു, രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നെങ്കിൽ നിന്നെ ഞാൻ മാലയിട്ട് സ്വീകരിക്കും, നിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടെന്നൊക്കെ നേതാവ് സച്ചിയോട് പറയുക കേട്ടോ. അതൊക്കെ കേട്ടപ്പോൾ സച്ചിക്ക് ഭയങ്കര സന്തോഷം, രേവതിക്ക് സന്തോഷമായി. 5000 രൂപ ഇങ്ങെടുത്തേ എന്നും പറഞ്ഞുകൊണ്ട് ആ 5000 രൂപ നമ്മുടെ സച്ചിക്കും കൊടുക്കുക. ഇതെൻ്റെ ഒരു സന്തോഷത്തിനാണ്, നീ ഇതും കൂടെ പിടിച്ചോളാൻ പറഞ്ഞു. അയ്യോ സാർ ഇതൊന്നും എനിക്ക് വേണ്ട സാർ, ഞങ്ങൾ അധ്വാനിച്ചതിൻ്റെ പ്രതിഫലം അത് ഞങ്ങൾ വാങ്ങിച്ചില്ലേ, അത് മതിയെന്നൊക്കെ സച്ചി പറയുമ്പോൾ ഏട്ടൻ തരുന്നതല്ലേ വേണ്ടെന്ന് പറയരുത്, വാങ്ങിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ആ നേതാവ് കയ്യിലേക്ക് നിർബന്ധിച്ച് കൊടുക്കുക സച്ചിക്ക്. അങ്ങനെ സച്ചിയുടെ കയ്യിൽ വെച്ച് കൊടുത്തപ്പോൾ നന്ദിയുണ്ട് സാറെന്ന് പറയും. നിനക്കിനി എന്താവശ്യം വന്നാലും എന്നെ വന്ന് കാണണം കേട്ടോ, ഞാനത് ചെയ്തു തരുമെന്നും ഈ ഏട്ടനുണ്ട് നിനക്ക് എന്നൊക്കെ നേതാവ് സച്ചിയോട് പറഞ്ഞു. സച്ചിക്ക് ഒത്തിരി സന്തോഷമായി. മാലയെല്ലാം പെട്ടെന്ന് ഓടിച്ചോരത്തിൽ എത്തിക്കാൻ നോക്ക്, അപ്പം ശരി ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങ് പോയി. എല്ലാവരും പിരിഞ്ഞു പോയി കഴിഞ്ഞപ്പം സച്ചി എന്ന് പറഞ്ഞു കൂട്ടുകാരൻ സച്ചിയോട് നന്ദി പറയാം, എൻ്റെ തല പോകുന്ന പോലും ഭയന്നടാ ഞാനെന്നൊക്കെ കൂട്ടുകാരൻ പറഞ്ഞിട്ടോ. അപ്പോൾ സോറി അനൂപ എന്ന് സച്ചി പറയുമ്പോൾ എന്തായാലും നീ മുഹൂർത്തത്തിന് മുമ്പ് മാല എത്തിച്ചല്ലോ, രക്ഷപ്പെട്ടടാ എന്നൊക്കെ അനൂപ് ഞാനിതൊക്കെ ഒന്ന് എടുത്തു വെക്കട്ടെടാ എന്ന് പറഞ്ഞുകൊണ്ട് അനൂപ് അവിടെ നിന്ന് പോയി. പിന്നെ രേവതിയും അതുപോലെ സച്ചിയും ആ പൈസയും കൈ പിടിച്ചിങ്ങനെ നോക്കി നിൽക്കും. ഇത് കഴിഞ്ഞ് എന്നെ കാണിക്കുന്ന ആൻ്റണിയാണ്. ആൻ്റണി കൂട്ടുകാരെ കണ്ടു. അവന്മാർ മാല കൈവിട്ട് പോയ കാര്യം ചെന്ന് പറയുമ്പോഴത്തേക്കും കൂട്ടത്തു ചെവിക്കല്ല് തീർത്തൊരു ഒറ്റയടി. അവനെയൊക്കെ നശിപ്പിക്കാൻ കിട്ടിയൊരു ചാൻസ് ആയിരുന്നു, എല്ലാം നശിപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ആൻ്റണി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. ഞങ്ങൾ എന്ത് ചെയ്യാനാ, അവൻ മാത്രമല്ല കുറേ ഓട്ടോ ഡ്രൈവർമാരും ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ ഇവന്മാർ പറയാം. അവൻ എല്ലാവർക്കും നല്ലത് ചെയ്യുന്നവനാണല്ലോ, അതുകൊണ്ടായിരിക്കും എല്ലാവരും എത്തിയതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൻ്റണി എന്നിട്ട് ഇവന്മാരോടൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. അങ്ങനെ നമ്മുടെ സച്ചി വലിയ ആളായി. അപ്പോൾ സച്ചിയോട് എൻ്റെ പേര് പറഞ്ഞിരുന്നോ നിങ്ങൾ? ഇല്ല ഞാൻ പറഞ്ഞില്ല എന്ന് ആ വണ്ടി ഓടിച്ചുകൊണ്ട് പോയാൻ പറഞ്ഞു. ആൻ്റണി ഞങ്ങളവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ ആൻ്റണിയും അവനെന്തെങ്കിലും സംശയം ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവന് സംശയമൊന്നുമില്ല. അപ്പോൾ ഈ പാർട്ടിക്കാരുടെ എതിർ പാർട്ടിക്കാരോ വണ്ടി തട്ടിയെടുത്തെന്നാണ് അവരൊക്കെ കരുതിയിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയും അവസരം വരും, അപ്പോൾ അവന് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു ആൻ്റണി ഭയങ്കര കലിപ്പിൽ ഇങ്ങനെ നിൽക്കുവാണേ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചി രേവതിയായിട്ട് പോവുക. അപ്പം നീ എന്തിനാ അവരോടൊക്കെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു, നമ്മൾ അങ്ങോട്ട് പോവുകയല്ലായിരുന്നു വേണ്ടതെന്ന് ചോദിക്കുമ്പം വണ്ടി തട്ടിക്കൊണ്ട് പോയ കാര്യം അവരറിഞ്ഞിരുന്നുവെന്നും അതുകൊണ്ടാണ് അവരിവിടേക്ക് വന്നതെന്നും രേവതി പറയുക കേട്ടോ.
അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇവരിങ്ങനെ പോരുന്നു. പിന്നെ ചന്ദ്രമതി ഫ്ലവർ ഷോപ്പ് എന്നും പറഞ്ഞുള്ള ആ കടയുടെ മുന്നിൽ എല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കുമ്പോഴാണ് അവരങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ വണ്ടി തട്ടിക്കൊണ്ട് പോയതൊക്കെ ഇവരിങ്ങനെ ചോദിക്കുക, ഏതവനെ വണ്ടി തട്ടിക്കൊണ്ട് പോയത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അതാ വിജയകുമാർ സാറിൻ്റെ എതിർകക്ഷിയിലുള്ള ആൾക്കാരാണെന്നൊക്കെ നമ്മുടെ സച്ചി പറഞ്ഞു. ഒടുക്കം വണ്ടി കണ്ടെത്താനും കസ്റ്റമർക്ക് മാല കൊടുക്കാനും പറ്റിയല്ലോ, സമാധാനമാണെന്നൊക്കെ ആ ചേച്ചിമാർ പറഞ്ഞു. അപ്പോൾ നിങ്ങളോടാ നന്ദി പറയേണ്ടതെന്ന് സച്ചി പറയുമ്പോൾ, എന്തിനാ സച്ചി ഞങ്ങളോട് നന്ദി പറയുന്നതെന്ന് ചോദിച്ചു. നിങ്ങൾ രാവും പകലും ഉറക്കം ഒളിച്ചിരുന്ന് മാല കെട്ടിയത് കൊണ്ടാണ് 500 മാല കൃത്യസമയത്ത് കൊടുക്കാൻ പറ്റിയതെന്ന് സച്ചി ഇവരോട് പറയുവാണേ. എന്നിട്ട് ഇതിനോട് എന്തോരം നന്ദി പറഞ്ഞാലും മതിയാവില്ല. അല്ല ബാക്കിയുള്ളവരൊക്കെ എവിടെയാണെന്ന് ചോദിച്ചു. അവർ രാവിലെ പൂ കെട്ടാൻ കടയിലോട്ട് പോയെന്ന് പറഞ്ഞു ചേച്ചിമാർ. അപ്പം രേവതി കൊടുക്കുന്നു പറഞ്ഞുകൊണ്ട് ആ പൈസ എടുത്ത് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ സച്ചേട്ടൻ കൊടുക്കാൻ രേവതി പറഞ്ഞു. അങ്ങനെ രേവതി ഓരോരുത്തർക്കുള്ള പൈസ കൊടുക്കുക. അപ്പോൾ ആ പൈസ കൊടുത്തപ്പോൾ ഇത്രയും പൈസയോന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും പൈസയൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ചെയ്ത ജോലിയോ കാശിന് വേണ്ടിയാണോ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഇന്ന് ജോലി ചെയ്തെന്നാണ് വിചാരിച്ചേ? രേവതി ഞങ്ങളുടെ വീട്ടിലെ മകളാണെന്നും പിന്നെ അവളെ സഹായിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നതെന്നും ഒക്കെ ആ ചേച്ചിമാരിങ്ങനെ ഇവരോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഉണ്ടല്ലോ സച്ചിയൊക്കെ ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക. അവരുടെ സ്നേഹമൊക്കെ കണ്ടിട്ട് രാത്രി മുഴുവനും ഉറക്കം ഒളിച്ചിരുന്ന് ജോലി ചെയ്തതല്ലേ, കാശ് വാങ്ങിക്കുക ചേച്ചിയെന്ന് രേവതി. അല്ലെങ്കിൽ ഞങ്ങൾക്കതൊരു വിഷമമാകുമെന്ന് രേവതി പറയുമ്പോൾ, എന്താ രേവതി ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞങ്ങൾ അന്യരൊന്നും അല്ലല്ലോ, കാശ് വാങ്ങിച്ചാൽ ഞങ്ങൾ നിൻ്റെ ആരും അല്ലാതായി പോകും മോളെ. ചേച്ചി ബന്ധമൊക്കെ അവിടെ ഇരിക്കട്ടെ, ജോലി ചെയ്തതിൻ്റെ കാശ് അത് വാങ്ങിക്കാതിരുന്നാൽ എങ്ങനെയാ ചേച്ചി? ഞങ്ങളുടെ വീട്ടിലെ മകനെയും മകളെയും പോലെയാണ് നീയും രേവതിയും. നിങ്ങൾക്കിങ്ങനെ ഒരു സഹായം ചെയ്യാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ആ സന്തോഷമാണ് ഞങ്ങൾക്കുള്ള പ്രതിഫലമെന്നൊക്കെ പറഞ്ഞ് ആ ചേച്ചിമാർ രേവതിയോടും സച്ചിയോടും ഇങ്ങനെ പറയുമ്പോൾ ഉണ്ടല്ലോ കണ്ണും മനസ്സും നിറയും കേട്ടോ. അപ്പോൾ രേവതി നീ ഞങ്ങൾ എത്രയോ പ്രാവശ്യം സഹായിച്ചിട്ടുണ്ട്, എത്ര മാല നീ ഞങ്ങൾക്ക് കെട്ടി തന്നിട്ടുണ്ട്, ഇതിനൊന്നും ഇന്ന് വരെ നീ ഞങ്ങൾക്ക് കാശ് വാങ്ങിച്ചിട്ടില്ലല്ലോ. അപ്പോൾ എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നേ? എനിക്ക് വേണ്ടി ഇതൊന്ന് പിടിക്കുക എന്ന് രേവതി നിർബന്ധിച്ച് പറയുമ്പോൾ, അതെ നിങ്ങൾ 2 പേരും സന്തോഷത്തോടെ കഴിയണം, അതുമാത്രം മതി കേട്ടോ, ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട കേട്ടോ എന്നൊക്കെ ആ ചേച്ചിമാരിങ്ങനെ പറഞ്ഞ് അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇവരിങ്ങനെ നിൽക്കുമ്പോൾ, എന്താ ചേച്ചി ഇങ്ങനെ എനിക്ക് വേണ്ടി ഇതൊന്ന് പിടിക്കുക ചേച്ചി എന്ന് രേവതി ഇവരോട് വീണ്ടും നിർബന്ധിച്ച് പറയാം. അപ്പം മാല കെട്ടാൻ കൂടെ വേറെ ആൾക്കാരും ഉണ്ടായിരുന്നല്ലോ, അവർക്കെല്ലാവർക്കും കൊടുക്കണമെന്ന് പറയുമ്പം 1 രൂപ പോലും ഞങ്ങൾ വാങ്ങിക്കില്ല, അത് ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നെടുത്ത തീരുമാനമാണെന്ന് ആ ചേച്ചിമാർ പറയുവാണ്. പിന്നെ നീ ഞങ്ങളെ വിഷമിപ്പിക്കാതെ രേവതി, നീ ഞങ്ങൾ പറയുന്നൊന്ന് കേൾക്ക് രേവതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ നിങ്ങളെപ്പോലെ നല്ല മനുഷ്യരുടെ അടുത്തേ ഒന്നും അല്ല എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വിട്ടുകളാ, മാല അവർക്ക് ഇഷ്ടമായല്ലോ അല്ലേ എന്നൊക്കെ അവർ ചോദിച്ചു അന്നേരം. അപ്പോൾ രേവതി ഇഷ്ടമാവാതിരിക്കുമോ എന്ന് ചോദിച്ചു. നമ്മളല്ലേ ആ മാല കെട്ടിയത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സച്ചിയുടെ ഫോണിലേക്ക് കോൾ വന്നു. വന്നപ്പോൾ 1 മിനിറ്റ് എന്ന് പറഞ്ഞ് സച്ചി മാറി നിന്ന് ഫോൺ എടുക്കുക. ഹലോ, മാല കൊടുത്തല്ലോ. അവരെ ഞാൻ പിടിച്ചിരുന്നു, പക്ഷേ രക്ഷപ്പെട്ട് കളഞ്ഞു എന്നൊക്കെ സച്ചി ഫോണിലൂടെ ആരോടോ പറയുക. ഇല്ല കൃത്യസമയത്ത് തന്നെ എത്തിയെന്നൊക്കെ പറഞ്ഞ് സച്ചി ഫോണിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ചേച്ചിമാരെല്ലാവരും കൂടെ രേവതിക്ക് ചുറ്റും നിന്ന്, വല്ലപ്പോഴും മാത്രമേ നമുക്ക് ഇത്രയും വലിയ ഓർഡർ കിട്ടാറുള്ളൂ, കിട്ടിയ കാശ് എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചേച്ചിമാർ രേവതിയോട് ചോദിച്ചു. കാശ് ബാങ്കിലിടാനാണോ നീ ഉദ്ദേശിക്കുന്നത്? ഏയ് അല്ല, എനിക്ക് വേറൊരു പ്ലാൻ ഉണ്ടെന്ന് രേവതി പറഞ്ഞു. എന്ത് പ്ലാനാണെന്ന് ചോദിക്കുമ്പം രേവതി ഇങ്ങനെ നോക്കുക. നമ്മുടെ സച്ചിക്ക് കാർ മേടിച്ച് കൊടുക്കാനുള്ള പ്ലാനാണ്. ഈ കാശ് കൊണ്ട് ഞാൻ എൻ്റെ സച്ചിയേട്ടന് ഒരു കാർ വാങ്ങിച്ചു കൊടുക്കുമെന്ന് പറയുമ്പം അതാണ് രേവതി എന്ന് ചേച്ചിമാർ. അല്ല ഈ കാശിന് കാറ് കിട്ടുമോയെന്ന് ചോദിച്ചു. എനിക്കറിയില്ല ചേച്ചി, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ കുറച്ച് നാളായി അദ്ദേഹം ഓട്ടോ ഓടിക്കുകയല്ലേ, അദ്ദേഹം വീണ്ടും സ്വന്തം കാർ ഓടിക്കുന്നത് എനിക്ക് കാണണമെന്നൊക്കെ രേവതി ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ രേവതി അതെല്ലാം പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. ചന്ദ്രമതിക്കൊക്കെ ഇത് വല്ലാത്തൊരു ഇടിവെട്ട് തിരിച്ചടിയാവുമെന്ന് ഉറപ്പാണ്. എന്തായാലും ചേച്ചിമാർ രേവതിയോട് യാത്ര പറഞ്ഞു പോയി. രേവതി സച്ചിയെ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുക, സച്ചി ഫോൺ വിളിക്കുന്നതൊക്കെ. ഈ സമയത്താണ് അച്ഛൻ ഫോൺ എടുത്ത് അവരെ വിളിച്ചുകൊണ്ടേ ഇരിക്കുക, കിട്ടുന്നില്ല. അച്ഛന് ഭയങ്കര ടെൻഷൻ. അപ്പോൾ ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്നു. എന്തിനാ നിങ്ങളിങ്ങനെ ഓടുന്നതെന്ന് ചോദിച്ചു. വണ്ടി കണ്ടെത്തിയോ എന്തോന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ടെൻഷൻ അടിച്ചിക്കോ. ഫോൺ വിളിച്ചിട്ട് രേവതി സച്ചി എടുക്കുന്നില്ല എന്ന് പറയുമ്പം അതിനെന്തിന് നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കുന്നതോ? വണ്ടിയിലുള്ളത് പൂമാലയല്ലേ, സ്വർണ്ണമാലയൊന്നും അല്ലല്ലോ ഒന്ന്. ചന്ദ്രമതി നിന്റെ മുന്നിൽ നിന്ന് പോ, ഞാൻ ആകെ ടെൻഷനിൽ നിൽക്കുക, വെറുതെ വായിന്ന് വല്ലൊന്നും കേൾക്കാൻ നിൽക്കരുതെന്ന് പറഞ്ഞു അച്ഛൻ. വെറുതെ മനുഷ്യനോട് ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴാണെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയും സച്ചിയും ഓടി വന്നു. അവർ 2 പേരും കൂടെ ഓടി വന്നപ്പോൾ ചന്ദ്രമതി ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുക കേട്ടോ, ഉണ്ട് കണ്ണുമിഴിച്ച്. അപ്പോൾ എന്താടാ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തതെന്ന് ചോദിച്ചാൽ അച്ഛൻ ഭയങ്കര വെപ്രാളം. വണ്ടി കണ്ടെത്തിയോ എന്ന് ചോദിച്ചു. വണ്ടിയൊക്കെ കണ്ടെത്തി അച്ഛാ, മാല ഭദ്രമായിട്ട് കൊണ്ടുവന്ന് എത്തിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. ഭദ്രമായി എത്തിക്കാൻ അപ്പോൾ സ്വർണ്ണമാലയല്ലല്ലോ, പൂമാലയല്ലേ എന്നല്ലേ നിങ്ങൾ പറയാൻ വന്നതെന്ന് സച്ചി അന്നേരം ചന്ദ്രമതിയോട് ചോദിച്ചു. ഇന്നലെ മാല കെട്ടാൻ തുടങ്ങിയപ്പോൾ മുതൽ നിങ്ങൾ തുടങ്ങിയതാണല്ലോ, ഇനിയെങ്കിലും നിങ്ങൾക്കൊന്ന് മിണ്ടാതിരുന്നൂടെ എന്നും സച്ചി ചന്ദ്രമതിയോട് ചോദിക്കാം. നീ അവളെ വിട്ട് കളയടാ,
ആ എന്തായാലും കൃത്യസമയത്ത് മാല ഓഡിറ്റോറിയത്തിൽ എത്തിക്കാൻ പറ്റിയല്ലോടാ മോനെ, സന്തോഷമായിടാ മക്കളെ എന്ന് പറഞ്ഞു കേട്ടോ. വലിയൊരു പ്രശ്നമായി വെച്ചാൽ കറക്റ്റ് സമയത്ത് ഡെലിവറി ചെയ്തില്ലായിരുന്നെങ്കിലേ ആ രാഷ്ട്രീയക്കാരൻ എൻ്റെ തലയെടുത്തേനെന്ന കാര്യം സച്ചി ഇങ്ങനെ പറയാം. സച്ചേട്ടൻ വണ്ടി ചേസ് ചെയ്താൽ പിടിച്ചതെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ രേവതി പറയുമ്പോൾ എല്ലാം പുച്ഛമാണ് ചന്ദ്രമതിക്കും. വണ്ടി എടുത്ത ആൾ ഓടി രക്ഷപ്പെട്ടു, സാറ് പറഞ്ഞ സമയത്തിനകം തന്നെ മാല ഓഡിറ്റോറിയത്തിൽ എത്തിക്കാനായിട്ട് പറ്റിയെന്നും രേവതി പറയാം. അപ്പോൾ കാശൊക്കെ അവർ തന്നില്ലേ മോനെ? ആ തന്നു. സാറിൻ്റെ സന്തോഷത്തിന് 5000 രൂപ എക്സ്ട്രയും തന്നെന്ന് നമ്മുടെ രേവതി പറയാം. ഈ കാശ് അച്ഛൻ വെച്ചോളാൻ പറഞ്ഞു നമ്മുടെ സച്ചി. അപ്പോൾ ചന്ദ്രമതിയുടെ കണ്ണു മഞ്ഞളിച്ചിങ്ങനെ നോക്കുക. അപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിലിരിക്കേണ്ട കാശല്ലേ മോനെ എന്ന് അച്ഛൻ ചോദിച്ചു. അപ്പോഴത്തേക്കും ചന്ദ്രമതി എന്ന് പറഞ്ഞെങ്കിൽ നിൽക്കുക കേട്ടോ. രാത്രി മുഴുവനും ഉറക്കം ഒളിച്ചിരുന്ന് യാത്ര ചെയ്തവർ നിങ്ങളല്ലേ എന്ന് ചോദിച്ചു കേട്ടോ. ഇത് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഇരിക്കേണ്ടതെന്നും പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുക. ആദ്യമായിട്ടല്ലേ ഇത്രയും കാശൊക്കെ കിട്ടുന്നത്, എന്താ അച്ഛൻ വാങ്ങി ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കണമെന്ന് രേവതി പറഞ്ഞു. അത് കേട്ടപ്പോൾ അച്ഛൻ അത് വാങ്ങിച്ചു. എന്നിട്ട് ആ പൈസ മേടിച്ച് ചന്ദ്രമതി എന്ന് പറഞ്ഞു വിളിച്ചു. ചന്ദ്ര ഇങ്ങനെ നോക്കുക. ഇങ്ങ് വാ എന്ന് പറഞ്ഞു വിളിച്ചു. ചന്ദ്ര പോകുന്നില്ല, ഇങ്ങനെ പറഞ്ഞ് നിൽക്കുക. ചന്ദ്ര ഇങ്ങ് വാ ചന്ദ്ര എന്ന് പറഞ്ഞ് രവിയേട്ടൻ വിളിച്ചു കേട്ടോ. അങ്ങനെ ചന്ദ്ര അങ്ങോട്ടും ഇഷ്ടമില്ലാതെ വന്നു. അങ്ങനെ അച്ഛൻ ആ പൈസ കൊടുത്തു കഴിഞ്ഞപ്പോൾ ചന്ദ്രമതിയുടെ കാലേ തൊട്ട് ചന്ദ്രമതിയുടെയും അച്ഛൻ്റെയും കാലിൽ തൊട്ട് രേവതിക്ക് അനുഗ്രഹം മേടിക്കുക. അപ്പോൾ ഓണറെ കൊടുത്തോ അച്ഛാന്ന് പറഞ്ഞു. അങ്ങനെ രേവതിയുടെ കയ്യിൽ ആ പൈസ കൊടുത്തു. ചന്ദ്രമതിക്ക് ഇത് വലിയൊരു തിരിച്ചടിയായിപ്പോയി. അപ്പോൾ കാര്യങ്ങളൊന്നും പഴയ പോലെയല്ല അച്ഛാ, എല്ലാം കാര്യങ്ങൾ സെറ്റായി. അപ്പോൾ ഇതെന്തായി പ്രശ്നം, എന്തിൻ്റെ പേരിലായി മാല ഇങ്ങനെ തട്ടിക്കൊണ്ട് പോയെന്ന് ചോദിക്കും. നമ്മൾ കരുതുന്നത് പോലെ ഒന്നുമല്ല, രാഷ്ട്രീയക്കാർ തമ്മിലുള്ള പരസ്പര പ്രശ്നത്തിൻ്റെ പേരിൽ സംഭവിച്ചു പോയതാ. അപ്പോൾ മാല ഇല്ലാണ്ടായി കഴിഞ്ഞാൽ കല്യാണം നടക്കും, അതിനുവേണ്ടി അവരിങ്ങനെ ചെയ്തതാണെന്നൊക്കെ പറഞ്ഞു. വണ്ടി തട്ടിയെടുത്തവരെയൊക്കെ ഞാൻ പിടിച്ചതാ, പക്ഷെ അവർ രക്ഷപ്പെട്ട് കളഞ്ഞു എന്നും സച്ചി ഇങ്ങനെ പറഞ്ഞു കേട്ടോ. ആ ശരി, അതൊക്കെ വിട്. രാഷ്ട്രീയത്തിൽ ഇതൊക്കെ സാധാരണയാണ്. ഇനി ഇതെങ്കിലും ഡെലിവറി ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ എന്നൊക്കെ രവിയേട്ടൻ പറഞ്ഞു. അപ്പോൾ ശരി അച്ഛാന്ന് പറഞ്ഞു. രേവതി, നീ മാർക്കറ്റിൽ ചെന്ന് പൂ വാങ്ങിച്ചതിൻ്റെ കാശൊക്കെ കൊടുക്കുക, എനിക്കൊരു ഓട്ടോ ഉണ്ട്, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു രേവതി പോകുമ്പം, എടാ സച്ചി മോനെ നിൽക്കടാമെന്ന് പറഞ്ഞു അച്ഛൻ പിന്നാലെ ചെന്നു. നീ രാത്രി ഉറങ്ങിയില്ലല്ലോ, ചെന്ന് കണ്ടന്ന് ഉറങ്ങാൻ നോക്കാൻ പറഞ്ഞു. ഇനി പെങ്ങും പോകണ്ടാന്ന് രവിയേട്ടൻ. അപ്പോൾ നേരത്തെ ഏറ്റുപോയൊരു ഓട്ടോ അച്ഛാ, പോകാതിരിക്കാൻ പറ്റത്തില്ല അച്ഛാ, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി പോകുന്നു. രേവതി ആ പൈസയും കയ്യിൽ പിടിച്ചിങ്ങനെ അവിടെ നിൽക്കുക. രവിയേട്ടൻ പുറത്തേക്ക് സച്ചി യാത്രയാക്കുമ്പോൾ ചന്ദ്രമതി ഇങ്ങനെ നോക്കും അവരൊക്കെ പോയി. എന്നിട്ട് രേവതിയുടെ കയ്യിലിരിക്കുന്ന ഈ പൈസയിലേക്കാണ് ചന്ദ്രമതിയുടെ കണ്ണ് മുഴുവൻ പോകുന്നത്. രേവതി ആ പൈസ ഇങ്ങനെ നെഞ്ചിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ചന്ദ്രമതി പൈസയിലേക്കും രേവതിയിലേക്കും തുറിച്ചിങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. രേവതി ഇത് കാണുന്നില്ല. സച്ചിക്ക് കാറ് മേടിച്ച് കൊടുക്കാനുള്ള ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നന്ദി.